Hello everyone, this is Muhammad Alfan. Welcome to Skill to Succeed. Excel common ആയി ഉപയോഗിക്കുന്ന one of the important tool ആണ് remove duplicates എന്നുള്ളത്. So ഈ വീഡിയോ കാണുന്ന ഒരുവിധ ആൾക്കാർക്ക് അറിയാം ആ ടൂൾ എവിടെയാണുള്ളത്, അതിന്റെ ഉപയോഗം എന്താണെന്ന്, റൈറ്റ്? സോ ഡാറ്റ ടാബിൽ ഈ ഡാറ്റ ടൂൾസ് എന്ന കാറ്റഗറിയിൽ കാണാൻ പറ്റും remove duplicates എന്നുള്ളത്, റൈറ്റ്? സോ ഇന്നത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് ആണ്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ പല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. സോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾ മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു വർക്ക്. അതായത് രണ്ട് റോ ഡാറ്റ ഉള്ള ഡാറ്റ കമ്പാരിസൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കോളം എ ആൻഡ് കോളം ബി. എനിക്ക് കോളം ബിയിലുള്ള ഡാറ്റ കോളം എയിൽ വന്നെന്ന് പറയണം, അതുപോലെ തന്നെ കോളം എ ഉള്ള വാല്യൂയിലെ ഡാറ്റ കോളം ബിയിൽ വന്നെന്ന് പറയണം. അത് മാത്രം പോരാ, അതിന്റെ പൊസിഷനും അറിയണം. നമുക്ക് മാച്ച് ഫംഗ്ഷൻസ് ഉള്ള എക്സൽ ഒരു മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. So as an example, നിങ്ങളുടെ മുന്നിൽ കാണുന്ന ചെറിയ ഡാറ്റാബേസ്, റൈറ്റ്? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സിലുള്ള കോളത്തിലാണ് എനിക്ക് റിസൾട്ട് ഇവിടെ പോപ്പ് ചെയ്യേണ്ടത്. സോ എനിക്കിവിടെ വേണ്ടത് ഈ രണ്ട് റോ ഡാറ്റ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഈ ഗ്രൂപ്പ് 2ലുള്ള ഡാറ്റ ഗ്രൂപ്പ് 1ലുള്ള കോളത്തിൽ റിപ്പീറ്റ് ചെയ്തെന്ന് അറിയണം, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നെന്നോ എന്നുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പൊസിഷൻ നമ്പറും. സോ ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ കോളത്തിന് താഴെയുള്ള ഫസ്റ്റ് സെല്ലിൽ കഴ്സർ പ്ലേസ് ചെയ്യുന്നു, ഈക്വൽ ടു മാച്ച്. സോ ഈ മാച്ച് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡെപ്ത് ടോപ്പിക് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കവറപ്പ് ചെയ്തതാണ്. സോ അത് കണ്ടിട്ടുള്ള മനസ്സിലാവും മാച്ച് ഫംഗ്ഷൻസ് എന്താണ്, അതിന്റെ യൂസേജ് എന്താണുള്ളത്. ഓക്കെ, സോ ഇവിടെ മാച്ച് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുന്നത് തന്നെ എക്സൽ നമ്മളോട് ഇൻപുട്ട് ചോദിക്കുകയാണ് ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ കമ്പയർ ചെയ്യുന്നത്, അതായത് ഗ്രൂപ്പ് 2ലുള്ള ഡാറ്റ ഗ്രൂപ്പ് 1നോട് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് 2ലുള്ള ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം കോമ ലുക്കപ്പ് അറേ. അറേ ഉദ്ദേശിക്കുന്നത് ഞാൻ വി ലുക്കപ്പിന്റെ സെഷനിൽ പറഞ്ഞതാണ് ദ ലിസ്റ്റ് ഓഫ് റേഞ്ചിന് അറേ എന്ന് പറയാം, റൈറ്റ്? സോ ഈ ഒരു കേസിൽ നമ്മൾ ഏത് കോളത്തിലെ ഡാറ്റയാണോ അല്ലെങ്കിൽ ഏത് റോസിലെ ഡാറ്റയാണോ കമ്പയർ ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ റോസിലെ കംപ്ലീറ്റ് റേഞ്ച് സെലക്ട് ചെയ്യുക. സോ ഈ ഒരു കേസിൽ ഗ്രൂപ്പ് 1 കോളത്തിലെ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. സോ ഇവിടെ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തു, ലുക്കപ്പ് അറേ സെലക്ട് ചെയ്തു, റൈറ്റ്? ശേഷം F4 പ്രസ് ചെയ്തുകൊണ്ട് ആ സെൽ റെഫറൻസ് ലോക്ക് ചെയ്യുക ആൻഡ് കോമ. നെക്സ്റ്റ് ചോദിക്കുകയാണ് ലെസ് ദാൻ എക്സാക്ട് മാച്ച് ആൻഡ് ഗ്രേറ്റർ ദാൻ. ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് ഫംഗ്ഷൻസ് എന്നുള്ള ബേസിക് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്, അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞതാണ്. സോ ഈ ഒരു കേസിൽ എനിക്ക് എക്സാക്ട് മാച്ചാണ് വേണ്ടത്, റൈറ്റ്? സോ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ് ആൻഡ് റൈറ്റ്. ഈ ഫസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ, അതായത് ഈ ഫസ്റ്റ് സെല്ലിലെ ഡാറ്റ RB സാൽസ്ബർഗ് എന്നുള്ള ക്ലബ്ബ് ഈ ഗ്രൂപ്പ് 1ൽ വന്നിട്ടില്ല, അതായത് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു ക്ലബും ഇവിടെ വന്നിട്ടില്ല, റൈറ്റ്? ഇനി ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഡാറ്റ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സി തേർഡ് വൺ, അത് ലിവർപൂൾ വന്നിട്ടുണ്ട്. നമ്പേഴ്സ് കാണിക്കുന്നത് വന്നു എന്നർത്ഥം. ഓക്കെ, അതുമല്ല 5 എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ 5th പൊസിഷനാണ്. അത് നേരത്തെ പറഞ്ഞത് ഞാൻ നമ്മൾ പൊസിഷനും കൂടിയും കാണിക്കും, അതായത് 1 2 3 4 5. സി ലിവർപൂൾ 5th പൊസിഷൻ. ഈ നെക്സ്റ്റ് വൺ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. ആൻഡ് PSG വന്നിട്ടുണ്ട് 9th പൊസിഷൻ. 1 2 3 4 5 6 7 8 9. സി അതുപോലെ തന്നെ ബാക്കിയുള്ളതും കാണാം, 10ഉം 3ഉം. സോ അതായത് ഇവിടെ എന്നെ ഉദ്ദേശിച്ചത് ആ പർട്ടിക്കുലർ എന്നെ അഗേൻസ്റ്റുള്ള വാല്യൂ കമ്പാരിസൺ ചെയ്ത് ആ കോളത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അർത്ഥം. ഈ ഒരു കേസിൽ നമുക്ക് കാണാം നമ്പേഴ്സുടെ ഓൾമോസ്റ്റ് 5 വാല്യൂസ് അഗേൻസ്റ്റ് നമ്പേഴ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5, റൈറ്റ്? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അതുമല്ല നമുക്ക് അതിൻ്റെ പൊസിഷൻസും കാണാൻ പറ്റും, അതിൻ്റെ അഗേൻസ്റ്റ് നമ്പേഴ്സും കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ അതിൻ്റെ കറക്റ്റ് പൊസിഷൻസ് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവിടെ ഒരു ഹെഡിങ് കൂടി ഇടുന്നു, ഇവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ഈ ഒരു കേസിൽ ഞാൻ നേരത്തെ കാണിച്ചത് ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 1 കമ്പയർ ചെയ്താണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ് നോക്കാം, ഗ്രൂപ്പ് 1 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്ത് നോക്കാം. ഈക്വൽ ടു മാച്ച്. ഗ്രൂപ്പ് 1 ഫസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്തു, കോമ ഗ്രൂപ്പ് 2 കമ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കോളത്തിലെ കംപ്ലീറ്റ് റേഞ്ച് സെലക്ട് ചെയ്തു ആൻഡ് F4 കോമ എക്സാക്ട് മാച്ച്, ക്ലോസ് ദി ബ്രാക്കറ്റ് എൻഡ് റൈറ്റ്. ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു. സി ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ ചെൽസി എന്നുള്ളത് 9, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് 9th പൊസിഷൻ. 1 2 3 4 5 6 7 8 9. സി ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള 3 ഇവിടെ കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ എന്നുള്ള എററിന് പകരം എനിക്ക് നോട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഫൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യുണീക്ക് വാല്യൂസ് അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ഇവിടെ റീപ്ലേസ് ചെയ്യണം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. പ്രസ് Ctrl+G. ഇവിടെ കാണുന്ന ഗോ ടു എന്നുള്ളൊരു വിൻഡോ വന്നു, റൈറ്റ്? ക്ലിക്ക് ഓൺ സ്പെഷ്യൽ. സോ ഇവിടെ കാണുന്ന ഗോ ടു സ്പെഷ്യൽ എന്നുള്ള വേറൊരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്തു. ഫോമുല ക്ലിക്ക് ചെയ്യുക, കാരണം ഇത് ഫോമുല ഇൻക്ലൂഡ് ആണ്. ഈ ഫോമുലിൻ്റെ അണ്ടറിൽ എന്താണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട എറർ, റൈറ്റ്? സോ എറർ മാത്രം ടിക്ക് ചെയ്യുക, ബാക്കിയൊക്കെ അൺടിക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് പ്രസ് ഓക്കെ. സോ ആ ലിസ്റ്റ് ഓഫ് എറേഴ്സ് മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നു, റൈറ്റ്? നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി Ctrl+B കൊടുത്തിട്ട് ബോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ റിമാർക്സ് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്യാണ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഫൗണ്ട്. ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം പ്രസ് Ctrl
എൻ്റർ. സി ഓട്ടോമാറ്റിക്കലി ആ റെസ്പെക്റ്റീവ് സെല്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ സെല്ലിലും ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഇവിടെ അപ്പിയർ ചെയ്ത് വന്നു. ക്ലിയർ? എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.